നടക്കുന്നത്. എന്താ വലിയ ആഘോഷത്തിലാണ്? വലിയൊരു ആഘോഷത്തിലാണ് പാലക്കാട് BJP പ്രവർത്തകർ. നരേന്ദ്രമോദിജി 3ാം വട്ടം അധികാരത്തിൽ വന്നു. അതിനപ്പുറത്തേക്ക് കേരളത്തിൽ നിന്ന് ആദ്യമായിട്ട് താമര വിരിയിച്ചിരിക്കുന്നു. ഏറ്റവും സന്തോഷം. 2 പ്രബല പാർട്ടികളെ തരിപ്പണമാക്കിക്കൊണ്ടാണ് സുരേഷ് ഗോപിയുടെ 75,000 ഭൂരിപക്ഷം. അത് കേരളത്തിലൊരു സൂചന മാത്രമാണ്. നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് വരാൻ പോവാണ് പാലക്കാട്. ഈ ഒരു ആവേശത്തിൽ തന്നെ മണ്ഡലം കിട്ടുമെന്നാണ്. ഇതിനെക്കാട്ടിലും വലിയ ആവേശമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. യാതൊരു കാരണവശാലും ഇപ്രാവശ്യം മണ്ഡലം തിരിച്ചു പിടിച്ചിരിക്കും. പാലക്കാട് ഈ ഒരു റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ 25,000 ലഡുവാണ് BJP പ്രവർത്തകർ തയ്യാറാക്കി വെച്ചത്. ആ ലഡു ഇപ്പോൾ ഈ ഒരു ആഘോഷത്തിനൊപ്പം തന്നെ നാട്ടുകാർക്ക് വിതരണം ചെയ്യുന്നുണ്ട് അല്ലേ? തീർച്ചയായും പാലക്കാട് ടൗണിലുള്ള എല്ലാ പ്രവർത്തകർക്കും അതുപോലെ തന്നെ പൊതുജനങ്ങൾക്കും കൊടുക്കുന്നുണ്ട്. ഉപതെരഞ്ഞെടുപ്പിലും ഇതേ ഒരു ആവേശത്തോടു കൂടി മണ്ഡലം നേടുമോ? തീർച്ചയായും അടുത്ത തെരഞ്ഞെടുപ്പിൽ 100% പാലക്കാട് ലോക്സഭാ മണ്ഡലം ഇതേ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ 100% NDA സർക്കാർ നേതൃത്വത്തിൽ തിരിച്ചു പിടിച്ചിരിക്കും. ഇനി നിയമനക്കാർക്കും കൂടി ഒന്നുകൂടി നല്ല ഉത്സാഹത്തോടു കൂടി നമുക്ക് അവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ആവേശത്തിലാണ്. 2 മന്ത്രിമാരെ കൂടി കിട്ടാൻ പോകും. അതെ അതെ, നമുക്ക് കേന്ദ്രമന്ത്രിയായിട്ട് കേരളത്തിലെ കേന്ദ്രമന്ത്രി BJP വരാൻ പോവുകയാണ്. വളരെ സന്തോഷമുണ്ട്. പാലക്കാട് നല്ല അതിമുന്നേറ്റമാണ് ഇപ്രാവശ്യം കാഴ്ചവെച്ചിട്ടുള്ളത്. ഞങ്ങൾ എന്താണ് BJPയുടെ മോദി സർക്കാരിന്റെ 3ാം വരവ് നല്ല ആഹ്ലാദമായിട്ടാണ് ഞങ്ങൾ എല്ലാവരും ഏറ്റെടുത്തിരിക്കുന്നത്. വേണുഗോപാൽ ചിലപ്പോൾ മത്സരിച്ച് അതിനെക്കുറിച്ച് അറിയില്ല, അത് ദേശീയ നേതൃത്വമാണ് തീരുമാനിച്ചത്.